സാറേ, ഈ കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് എന്തൊക്കെ പരാതി ഉണ്ടായാലും കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള കേന്ദ്രം ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഇന്നൊരാൾക്കും പറയാൻ പറ്റില്ല. ഞാനും സാറും ഒക്കെ ഇപ്പോൾ ഞാനൊരു 40 കൊല്ലമെങ്കിലും ആയിട്ട് നടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു തുള്ളി പെയിൻറ് പോലും വീണിട്ടില്ലാത്ത നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ മുഴുവൻ പൊളിച്ച് ആധുനിക മാതൃകയിൽ പുനർനിർമ്മിക്കുകയാണ്. വലിയ തോതിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാഷണൽ ഹൈവേ പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖം തന്നെ മാറും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും വികസനവും ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്നുണ്ട്. കേരളത്തിലും അത് ദൃശ്യമാണ്. കേരളത്തോടിപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വിവേചനം കാണിക്കുന്നു എന്നൊക്കെ നമ്മൾ പരാതിപ്പെടുമ്പോഴും അർഹിക്കുന്നത് നമുക്കും കിട്ടുന്നുണ്ട്. അതും നമ്മൾ ചോദിക്കാതെയും കോലാഹലം കൂട്ടാതെയാണ്. കേരളത്തിൽ നിന്ന് റെയിൽവേ സഹമന്ത്രിമാർ 2 പേരെങ്കിലും ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് രാജഗോപാലാണ്, മറ്റൊന്ന് അഹമ്മദാണ്. ഓർമ്മയില്ല സാർ? അപ്പോൾ അത്തരക്കാരൊക്കെ ഉണ്ടായിട്ടും കിട്ടാത്ത വികസന പ്രവർത്തനം ഇപ്പോൾ സ്വമേധയാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം, പണ്ടും ഈ ഫണ്ടൊക്കെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ എന്നാണ്. അതല്ല, പുതിയ കാലത്ത് സവിശേഷമായ രീതിയിൽ ഫണ്ട് സ്വരൂപിക്കാനുള്ള എന്തെങ്കിലും തന്ത്രങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പ്രയോഗിക്കുന്നതായിട്ട് മാധ്യമപ്രവർത്തന രംഗത്തെ ദീർഘകാലത്തെ അനുഭവം വെച്ചിട്ട് സാറിന് അത് എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യുന്നത്? ഇതിനകത്ത് ഞാൻ കാണുന്നത്, ഈ ഇന്ത്യ പോലെ സമ്പന്നമായ ഒരു രാജ്യം വേറെയില്ല. നമ്മളിപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു സമ്പത്ത്, പല രീതിയിലുള്ള സമ്പത്തിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും നമ്മൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടീഷുകാരത് കണ്ടെത്തിയിരുന്നു. ശരിയാണ്. നമ്മുടെ വിഭവങ്ങൾ മുഴുവൻ അവർ ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കിയത് മുഴുവൻ വിഭവം അടിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രമാണ്, എക്സ്പ്ലോർ ചെയ്യാൻ കൊണ്ടുപോകാൻ മാത്രമാണ്. ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്ന വികസിത രാജ്യം എന്ന് പറയുന്നതിൻ്റെ ആ വികസനം മുഴുവൻ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ സംഗതിയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഈ കേരളത്തിന് പോലുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അപാരമാണ്. പക്ഷേ അത് കാണാനുള്ളൊരു ശേഷി വേണം. പക്ഷേ കേന്ദ്ര സർക്കാർ അവരൊരു തീരുമാനമെടുത്തു. ഈ രാജ്യത്തെ അവർ മാറ്റിമറിക്കാൻ തീരുമാനിച്ചു. അതൊരു തീരുമാനമാണ് സാർ. അപ്പോൾ അതിന് ഫണ്ടും വേണം. നമ്മളൊന്ന് ആലോചിക്കണം, ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 5 പൈസ എല്ലാം സ്വർണം കൊണ്ട് പണയം വെച്ചിട്ടാണ് അല്ലേ അവിടെ നിന്ന്. അതിന് ശേഷം മൻമോഹൻ സിംഗ് വരുന്നു. മൻമോഹൻ സിംഗാണ് ശരിക്കും ഒരു തുറക്കം കുടിക്കുന്നത്. നരസിംഹറാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ടിലൂടെയാണ് ഇന്ത്യയുടെ പുതിയ ചരിത്രം വരുന്നത്. പക്ഷേ എങ്കിലും ഒരു സ്റ്റാഗ്നേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്ലോബലൈസേഷൻ വന്ന് ലിബറലൈസേഷനൊക്കെ ഉണ്ടായി, മാറ്റങ്ങളുണ്ടായെങ്കിലും രാജ്യം ഒരു കുതിപ്പിലേക്ക് ഉയർന്നിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഈ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ ചില കാര്യങ്ങൾക്കകത്ത് യാതൊരു വിധമായിട്ടുള്ള വിട്ടുവീഴ്ചയും അവർ തയ്യാറില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഫണ്ട്, ഇപ്പം കേന്ദ്ര സർക്കാരിലുള്ള ഫണ്ട് ഇത്ര ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ മാഷ് പറഞ്ഞതുപോലെ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ പോലും വരുത്തിയ മാറ്റങ്ങൾ കാണുമ്പോൾ കോടികളാണ് അവിടെ വായു വലിച്ചത്. തീർച്ചയായിട്ടും മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലും ലിഫ്റ്റ് വരുന്നുണ്ട്. അതെ. പ്രായമായവർക്ക്, ഇപ്പോൾ കേരളത്തിലേക്കുള്ള മിക്കവാറും ആൾക്കാർക്ക് മുട്ടുവേദനയും മറ്റ് പ്രശ്നങ്ങളൊക്കെയാണ്. അവർക്ക് ട്രെയിൻ യാത്ര വലിയ പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും ബന്ധുക്കളും മക്കളും ഒക്കെ ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും നമ്മൾക്ക് ഈ ലിഫ്റ്റ് സൗകര്യം വന്നിരിക്കുന്നു. എല്ലാത്തിനും ഒരു എയർപോർട്ട് മാതൃകയിലാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ മാറ്റുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. നമ്മൾ പണ്ട് കണ്ട ഇന്ത്യയല്ല കാണുന്നത്. ഇപ്പോൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോകും. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെയാണോ ഈ മാറ്റം? ചില സ്ഥലത്ത് നമ്മൾ ഈ മോണോ റെയിൽ, നമ്മൾ ഇവിടുത്തെ ഈ ഒരു മെട്രോ റെയിലൊക്കെ നമുക്ക് വലിയ അത്ഭുതമാണ്. പക്ഷെ നമ്മൾ ഈ നവി മുംബൈയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന മാറ്റങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിത്തിരിച്ചു പോവുകയാണ്. അവിടുത്തെ ഫ്ലൈ ഓവേഴ്സ്, കടലിൻ്റെ മുകളിലുള്ള പാലം, മറ്റേ അടൽ ബ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള വിസ്മയങ്ങൾ പോലെയാണ്. അതേപോലെ തന്നെ ഈ UP-യിലേക്കൊക്കെ പോകുന്ന സമയത്ത്, പഴയ UP അല്ല, റോഡുകളൊക്കെ ഇങ്ങനെ വിശാലമായി കിടക്കണം. ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കാശ് ഇങ്ങനെ വാരി എറിയുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ വൈപ്പിനിൽ കഴിഞ്ഞ 2 വർഷം മുൻപാണ് പ്രധാനമന്ത്രി മോഡി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അറിയുന്നത് 4000 കോടിയുടെ വികസനം. ഈ ഷിപ്പ് 4000 കോടിയുടെ വികസനം, 4000 കോടി എന്നൊക്കെ പറഞ്ഞ എമൗണ്ട് എത്ര ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ ഫെസിലിറ്റീസ് നമ്മൾ കൊച്ചിക്കാർ ഒരു ഇത് ഇനാഗുറേറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് സാധനം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ലഡാക്കിൽ തുടങ്ങിയിരിക്കുന്ന എയർബേസ്, ആ എയർബേസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇറങ്ങിയിരിക്കുന്ന വിമാനം എന്ന് പറഞ്ഞാൽ CJ 130 CJ എന്നുള്ള സാധനം. അതെന്ന് വെച്ചാൽ ഈ എയർഫോഴ്സിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ കാർഗോ ഫ്ലൈറ്റാണ്. അതായത് 100 എത്രയും കടത്തിക്കൊണ്ട് പോകുന്ന സാധനം. അതിറങ്ങാൻ പറ്റുന്ന ഒരു എയർബേസ് ലഡാക്കിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോൾ ലഡാക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ ടണൽസിൻ്റെ ക്രിയേഷൻ, ജമ്മു കാശ്മീരിനെയും ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിസ്മയപരമായ പാലങ്ങൾ, കേരളത്തിലെ റോഡുകൾ, ഇങ്ങനത്തെല്ലാം നോക്കുന്നതിന് ഈ ഫണ്ട് എവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആരും ചിന്തിക്കുന്ന ചോദ്യമാണ്.
പിന്നെ അതിനെല്ലാ വഴിയും അവർ നോക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2008 ക്രൂഡ് ഓയിലിൻ്റെ വില 141+ ആയിരുന്നു. 2008 റിസഷനോട് കൂടി ഇത് നേരെ ഇടിഞ്ഞു വന്ന് $30 വരെ എത്തി. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുത്തനെ കുറഞ്ഞു. 2008 $141+ നിന്ന് എണ്ണ വില 30 വന്നു പെർ ബാരൽ. നമുക്കിവിടെ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഈ 2014 ശേഷം നമ്മുടെ ഈ പെട്രോളിൻ്റെ വില ഒരിത്തിരി എനിക്ക് തോന്നുന്നു 10 രൂപ എങ്ങാണ്ട് കുറച്ചു. അതിനുശേഷം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് 120 മറ്റോ എത്തിയിട്ട് 10 രൂപ കുറച്ചു. ഇപ്പൊ 106 നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് മാറ്റമില്ല. അപ്പൊ സാറ് പറയുന്നത് അതാണ് ഇതിന്റെ മായാജാലം. നോക്കിക്കോളൂ, പണം കണ്ടെത്താൻ പറ്റിയ. പിന്നെ കാരണം ഒരു ദിവസം തന്നെ കോടാനും കോടിയല്ലേ ഒന്ന് വീഴുന്നത്. ഉദാഹരണത്തിന് കോവിഡിന്റെ സമയത്ത് ഇത് 41 വന്നു. അപ്പോഴും നമ്മുടെ എണ്ണയുടെ വില ഈ കോവിഡിന്റെ സമയത്ത് 100 മേലെയാണ്. $41 വന്നപ്പോൾ പോലും ഈ വിലയിൽ മാറ്റം വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും വില ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അത് 70 പോകുന്നുണ്ട്, 60 പോകുന്നുണ്ട്, 59 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പെട്ടെന്ന് മറക്കുകയും ചെയ്യുമല്ലോ. നമ്മൾ മറക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് കോവിഡ് കഴിഞ്ഞ് കുറച്ച് കൂട്ടുകയും ചെയ്തു. നമ്മൾ അത് കുറച്ചു ഇല്ല, പിന്നെ കൂട്ടിയിട്ട് കുറച്ചിട്ട് വീണ്ടും ലേശം കൂട്ടി. അതിങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഓയിലിൻ്റെ വില ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതിങ്ങനെ കുറഞ്ഞാൽ പോലും നമ്മുടെ ഇവിടെ വില മാറുന്നില്ല. ഈ ഫണ്ട് ലക്ഷക്കണക്കിന് കോടി റുപ്യയാണ് ഈ ഓയിലിലൂടെ തന്നെ ദിവസേന ഈ കേന്ദ്ര സർക്കാർ സമാഹരിച്ചത്. അന്ന് മോഡി പറയുകയുണ്ടായി, ഇത് നിങ്ങളുടെ ഈ ക്യാഷ് എടുത്തുകൊണ്ട് നമ്മൾ UP-ലുള്ളവർക്കും ഗ്യാസ് കൊടുക്കുന്നു എന്നൊക്കെ കളിയാക്കി. അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്ത് ആ ഒരു പണം തന്നെയാണ്. പിന്നെ സർക്കാരിന്റെ കയ്യിൽ ഇപ്പൊ ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം സർക്കാരിന്. പിന്നെ അതിലൊരു വിഷനുണ്ട് സർ. സാധാരണഗതിയിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മിഡിൽ ക്ലാസ് എങ്കിലും ആയ മനുഷ്യരാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം അതിലിപ്പോൾ സാധാരണക്കാർ സ്കൂട്ടിയൊക്കെ ഓടിച്ച് ചെറിയ ജോലിക്ക് പോകുന്നവരും ഉണ്ടാവാം. അവരൊക്കെ ഓടുന്ന ദൂരം വളരെ കുറവാണ്. ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നവർ. ദിവസേന 100 കണക്കിന് 10-25 ലിറ്റർ പെട്രോൾ അടിക്കുന്നവൻ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനല്ലല്ലോ. അപ്പൊ അതിലൊരു വിഷനും ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും അവന്റെ കയ്യിൽ നിന്നുള്ള വരുമാനം വരട്ടെ. സാധാരണക്കാരൻ മാത്രമല്ല, ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ്, എക്കോണമി വളരെ ആക്റ്റീവായി, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ സൗകര്യങ്ങളുണ്ടായി, പട്ടിണി മാറി. പിന്നെ ഈ IMF-ൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വായ്പ വാങ്ങാതെ സാധാരണ നമ്മുടെ ഇന്ത്യക്കാരന്റെ കയ്യിൽ നിന്നും തന്നെയുള്ള വിഭവങ്ങൾ എടുത്തു. നല്ല നിലപാടാണ്. ഇപ്പൊ തന്നെ ഈ സെമി കണ്ടക്ടർ ഉത്പാദനത്തിന്, സെമി കണ്ടക്ടറിനകത്ത് ഇന്ത്യ ഏറ്റവും പുറകിൽ. ഇപ്പൊ ചൈന ഉടക്കി നിന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 84-ൽ നമ്മൾ തുടങ്ങിയതാണത് ഈ സെമി കണ്ടക്ടറിന്റെ ഒരു ഇൻഡസ്ട്രി. ചാണ്ടികൾ തുടങ്ങി. അന്ന് CIA ഇടപെട്ടത് കത്തിച്ചളഞ്ഞു 1984-ൽ. അന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെ ലീഡർ ആവുമായിരുന്നു. ഇന്ന് സെമി കണ്ടക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഒരടി മുമ്പോട്ട് നീങ്ങാൻ പറ്റത്തില്ല. ഒരു ഫോൺ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് അതേസമയത്ത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 1 ലക്ഷം കോടി രൂപ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് 50 ലക്ഷം രൂപ ഒരു സ്വകാര്യ സംരംഭകന് ഇടുകയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ സർക്കാരിടും. അത് എത്ര 50 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെ ധൈര്യപൂർവ്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് സെമി കണ്ടക്ടർ ഇതിലേക്കും ഉൽപ്പാദനത്തിലേക്കും നമ്മുടെ രാജ്യം പോകുന്നു. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലും ഈ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എക്കോണമി വളരുകയും ഇന്ത്യയുടെ സ്ഥാനം ഈ ഡെവലപ്പ് വലിയ തോതിൽ 3-4 എത്തിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഉദാഹരണത്തിന് ഉക്രൈൻ വാർ ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തത് ഇന്ത്യയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യക്ക് മേൽ സാങ്ഷൻസ് വന്നു. റഷ്യക്ക് മേൽ സാങ്ഷൻ വന്നപ്പോഴത്തേക്ക് ഉക്രൈനിൽ നിന്നുള്ള ഓയിൽ മുഴുവൻ ഇന്ത്യ വാങ്ങിയിട്ട് ഇവിടെ ശുദ്ധീകരിച്ചിട്ട് അത് നല്ല വിലയ്ക്ക് യൂറോപ്പിനും അമേരിക്കയ്ക്കും വരെ വിറ്റുകൊടുത്തു. കച്ചവടം പഠിച്ചു. അതിന് യുക്രൈൻ വാറിൽ നിന്ന് തന്നെ അതിഭീമമായ ഒരു തുക ഇന്ത്യ സർക്കാർ നേടിയെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കാമോ ആ രാജ്യങ്ങളുമായിട്ടെല്ലാം കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില ചെറിയ രാജ്യങ്ങളിലൊക്കെ മോദി വിസിറ്റ് നടത്തുന്ന കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം ഈ പറഞ്ഞതുപോലെ
ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം വിസിറ്റ് നടത്തുന്ന സംഗതി. ആ, ആ. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതിലൊരു- ബിസിനസ് കോൺട്രാക്ട് അജണ്ടയുണ്ട്. അജണ്ടയാണ്. ആ. അപ്പൊ ഈ തീർച്ചയായിട്ടും അത് രാജ്യത്തിന്റെ നന്മയ്ക്കാണെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും അത് പോസിറ്റീവായ കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. ലോകം മുഴുവൻ നടന്നിട്ട് അവനവന്റെ മക്കൾക്ക് പണം അതെ, ഉണ്ടാക്കുന്നതിനേക്കാൾ അതെ. എത്രയോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ കോൺട്രവേഴ്സ്യൽ ആയിട്ടിരിക്കുന്ന PM ശ്രീ, ഉം. അതിനൊക്കെ ഭയങ്കര Investment സാമ്പത്തികം ആണ്. അപാരമായ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട investment ആണ്. സാധനമാണ്. ഓ. അത് ഈ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ CPIക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യങ്ങൾ അറിയാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ്. അറിയാഞ്ഞിട്ടല്ല സാർ, അവർക്ക് വേറെ ഒരു അജണ്ടയില്ല. അവർക്ക് എപ്പോഴെങ്കിലും CPM-നോട് ഒന്ന് ചൊറിഞ്ഞാൽ മാത്രമേ മാധ്യമങ്ങളിൽ അവരുള്ളൂ. അത്രേ ഉള്ളൂ. അത് അവരുടെ നിലനിൽപ്പ് അങ്ങനെയാണ്. അതിജീവനത്തിന്റെ കളിയാണ്. അതെ, അതെ. അതൊന്നുമല്ല. അല്ലെങ്കിൽ മാത്രമല്ല അണികൾ പോലും ഇല്ലല്ലോ. ആരുമില്ല. CPM-ന്റെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകുന്നത്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വിഭവ സമാഹരണം ഒരു ഭാഗത്തുണ്ടാകുകയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോണമി വളരുകയും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട മേഖലകളിൽ അതുകൊണ്ടുവരികയും ഇതിനേക്കാൾ ഉപരി പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നു. അപ്പം ഇന്ത്യക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യക്ക് ഇപ്പം ചൈനയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു, അമേരിക്കയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. ഇന്ത്യക്ക് മാത്രമായി ചേർത്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ബീഹാറിലും ഇനി അങ്ങോട്ടുള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷത്തിനുണ്ടാകുന്ന പരാജയം അവരുടെ വീഴ്ച മാത്രമല്ല, ഇന്ത്യയുടെ ഭരണകക്ഷിയുടെ പോസിറ്റീവായ വളർച്ച കൂടിയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഉദാഹരണത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പിനെ അവർ അപ്രോച്ച് ചെയ്ത് നോക്കുക, അതിസൂക്ഷ്മമായ രീതിയിൽ. ഇപ്പോൾ ശരിയാണ്, ബീഹാറിൽ ഈ പട്ടിണിക്കാരൻ്റെ കയ്യിലെ അവരുടെ വീട്ടിലെ അവരുടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്കൊക്കെ ഒരു കോടികൾ അടിച്ചാൽ പോലും ഈ ഒരു ലോട്ടറി അടിച്ചാൽ പോലും ഇത്ര സന്തോഷം ഉണ്ടാവണമെന്നില്ല. അതാണ് സത്യത്തിൽ സാറ് പറഞ്ഞ ഒരു പ്രശ്നമാണ്. അവിടെ പോയി ഭരണഘടന ആർക്ക് വേണം? അതേ സമയത്ത് അവർക്ക് 10,000 രൂപ അക്കൗണ്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടുന്ന പോലെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ പൾസ് മനസ്സിലാക്കി. അതെ, അതെ, തീർച്ചയായും. ആ ദരിദ്രന്റെ മുഖം നോക്കിയിട്ട് അവന്റെ കണ്ണുകളിലെ ഭാഷ വായിക്കാൻ പറ്റിയില്ല. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സമീപനം ഈ സർക്കാരിനുണ്ട്. അത് നമ്മളൊക്കെ അതിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ അവരുടെ അജണ്ടകളോ അതൊക്കെ കൊണ്ട് മാറ്റിവെക്കുക. പക്ഷേ ഈ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കുക എന്നുള്ളൊരു ഫോക്കസ് ഈ കേന്ദ്ര സർക്കാരിനുണ്ട്. അതെ, എനിക്ക് തോന്നി സാറ് പറഞ്ഞതിൽ ഒരു തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ കാര്യം. നമ്മൾ പലപ്പോഴും ഈ സാമ്പ്രദായിക രീതിയിൽ കലഹിക്കുന്ന ഒരു കാര്യം, വില കുറക്കുന്നത് മാത്രമല്ല ജനോപകാരപ്രദമായ കാര്യം. പലപ്പോഴും സമർത്ഥമായി വില കൂട്ടിയിട്ട് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒരു വിഷനാണ്, വികസനം. അതൊരു സേവിങ്സ് ആണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എടുത്തു നോക്കുക. ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ അവരെന്തായാലും യുദ്ധം ചെയ്ത് ചാവേണ്ടവൻ ചാവും. നമ്മുടെ രാജ്യത്തിന് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്ന് ആലോചിക്കുന്നവനാണ് വിഷനറിയായ ഒരു ലീഡർ, അല്ലേ? അത് രണ്ടും ഇന്ത്യ ഗവൺമെന്റിന് ഉണ്ട് എന്നാണ് നമ്മുടെ വിദേശ നയം മാറ്റി. തീർച്ചയായും. ഇപ്പം മൾട്ടി അലൈൻമെന്റ് പോളിസിയായി, നോൺ അലൈൻമെന്റ് എന്ന് മാറിയിട്ട് മൾട്ടി അലൈൻമെന്റ്. അതെ, അതെ. ആരെയും വേണ്ട എന്നുള്ളിടത്ത് എല്ലാവരും വേണം. അതേ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇല്ല. തീർച്ചയായിട്ടും. എന്തായാലും ഇത് ഈ ഒരു സമീപനം, ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഒരു നയസമീപനത്തിന്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾ കുറെ കൂടി സൂക്ഷ്മമായിട്ടും അത് നമ്മുടെ ഈ കേരളത്തിന് പോലും നമുക്കിപ്പോ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാവുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് മലയാളിയാണെന്ന്. അന്ധമായ ഒരു ജനാധിപത്യ സ്വഭാവം ഇല്ലാതെ, ഞാനല്ല എൻ്റെ പാർട്ടി അല്ലാതെ എൻ്റെ എതിരാളി ജയിച്ചു കഴിഞ്ഞാൽ അവനോട് ഒരു ശത്രുതയോടെ പെരുമാറുന്ന. അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. കാര്യം മലയാളിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് നമുക്കൊരു അഭിപ്രായം നമുക്ക് ആൾറെഡി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ആ നോക്കുന്ന വസ്തുവിനെ കാണത്തില്ല, മറിച്ച് നമ്മളുടെ അഭിപ്രായത്തെ കാണത്തുള്ളൂ. നമ്മളുടെ അഭിപ്രായത്തിൽ അത് യോജിച്ച അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും. അത് ശരിയാണ്. മലയാളി സ്വത്വം നമുക്കൊന്ന് ചർച്ച ചെയ്യാം, സാറുമായിട്ട് ഒരു ദിവസം ഇരിക്കുകയും ചെയ്യാം. എന്തായാലും സന്തോഷം. ഇത് എങ്ങനെയാണ് ഈ വികസനത്തിൻ്റെ മായാജാലം മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് കാട്ടിക്കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് അതിൻ്റെ പിന്നിൽ കൃത്യമായ ആലോചനയും വിഷനും തീരുമാനവും നയവും പരിപാടിയും ഉണ്ട് എന്നാണ് സാർ പറയാൻ ശ്രമിച്ചത്. നമുക്ക് സമയക്കുറവുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.